ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഹിന്ദിയെ പറ്റിയിട്ടാണ്, അതുകൊണ്ട് ഇംഗ്ലീഷിനെ പറ്റിയും പറയാം. അപ്പം ഇന്നത്തെ ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം വന്നതാ കുറച്ച് ക്വസ്റ്റ്യൻസ്. നമുക്കിപ്പം നോർമലായിട്ട് എല്ലാവർക്കും വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ പ്രീവിയസ് ഇയർ ചോദിച്ചതൊക്കെ തന്നെ, അതൊക്കെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്നത്. പിന്നെ മാതൃഭൂമിയുടെ ഭാവാർത്ഥ് അല്ലെങ്കിൽ അത് കവിതാംശിൻ്റെ ആസ്വാദൻ ടിപ്പണി അത് ചോദിച്ചു. അതുപോലെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചരിത്ര പർ ടിപ്പണി ആരുടെ, ബഹദൂർ ഷാ സഫറിൻ്റെത്, അത് ചോദിച്ചു. പിന്നെ എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു പാഠമാണ് ഈ സൂരിനാമെ പെഹലാദിൻ എന്ന് പറയുന്നത്. അത് ഒരുമാതിരി ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ചാപ്റ്റർ, ദൈവം സഹായിച്ച് അതിൽ നിന്ന് ഒരുപാടൊന്നും ചോദിച്ചില്ല. പിന്നെ ഒരു ജീവൻ വൃത്തം എല്ലാവട്ടും ഉള്ളതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ പാഠങ്ങളുടെ ഒരിത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠത്തിൻ്റെ ലാസ്റ്റുള്ള ആ ഒരു മീനിങ്സ് ഉണ്ടല്ലോ, അത് പഠിച്ചാലേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഇത്രയും കണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് അത് മാത്രം നോക്കിയിട്ട് പോയി, അതുകൊണ്ട് എഴുതാൻ പറ്റി. പിന്നെ ഇതൊക്കെ എളുപ്പമുള്ള, ഈ ചോദിച്ചൊക്കെ എളുപ്പമുള്ളായിരുന്നു, അതുകൊണ്ട് ഈ ഫോമാറ്റ് വരുമെന്ന് അറിയായിരുന്നു. പിന്നെ സംക്ഷേപം സാധാരണ ചോദിക്കുന്നത് തന്നെ. പിന്നെ ആ ഒരു പതിൻ്റെ ആ ഒരു എന്തായാലും ഭാവാർത്ഥം എഴുതാൻ ചോദിക്കുമെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. പിന്നെ സൂരിനാമിന്ന് ഇതാ ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ബാക്കി അത്ര 3 എഴുതാനുള്ളതിൽ ആ 3 എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ബാധ്യത എഴുതാൻ, മറ്റേ മേരെ ഭാരത് വാസിയോ, അതിൽ ഇൻസ്പയർ ആയിട്ട് ആ സ്പീച്ച് കേട്ട് ഇൻസ്പയർ ആയിട്ടുള്ളത് എഴുതാൻ, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ എൻവയൺമെൻ്റ് ഡേയുടെ ഒരു പോസ്റ്റർ ഒരു ഭാഷൺ പ്രതിയോഗിതയുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ അത് എഴുതി. പിന്നെ ഈ അനുവാദം ചെയ്യാനുള്ളതും എഴുതി. പിന്നെ പാരിഭാഷിക് ശബ്ദാവലി ചോദിച്ചിട്ടില്ലായിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് പറയണേ. ആ സെക്കൻഡ് യൂണിറ്റിൻ്റെ ലാസ്റ്റ് പാരിഭാഷിക് ശബ്ദാവലി ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചർ പഠിക്കാനും പറഞ്ഞതാണ്, പക്ഷെ ചോദിച്ചില്ല. ഇത് സഹി മിലാൻകര ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിനകത്തെല്ലാം ഉണ്ട് ഇതുപോലെ ഈ അർത്ഥങ്ങൾ എഴുതാനുള്ളത്. പിന്നെ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ഉണ്ടല്ലോ മാതൃഭൂമിയിലെ, അത് ഇതുപോലെ ഞാൻ നേരത്തെ കഴിഞ്ഞ 2018, 19, 23, 17 ഈ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ നോക്കിയത്. HSS ലൈവ് ഗുരു കയറി നോക്കിയപ്പോൾ 14 കിട്ടി. അപ്പോൾ അതിനകത്തിൽ 1-2 ഇതുണ്ടായിരുന്നു. അതുപോലെ മുമ്പേ കാണിച്ച ആ ഒരു മാച്ച് ചെയ്യാനുള്ളതും ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഞങ്ങൾക്ക് തന്നത് മിൽമയുടേത് അഡ്വർടൈസ്മെൻറ്റ് എഴുതാൻ. മിൽമ ഒരു പുതിയ വൈറ്റ് ചോക്ലേറ്റ് ഇറക്കി, അപ്പോൾ അതിൻ്റെത് വൈറ്റ് ചോക്ലേറ്റ് അല്ല, മിൽക്ക് ചോക്ലേറ്റ് ഇത് ചെയ്തു, റിലീസ് ചെയ്തു. അതിൻ്റെത് വിജ്ഞാപനം എഴുതാൻ, ഗ്യായാണ്, ഞാനല്ല ഗ്യ. പിന്നെ ഡയറി എഴുതാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മറ്റേ ഒരു സൂരിനാമിൽ, അത് ഞാൻ അറ്റൻഡ് ചെയ്തില്ല, കാരണം സൂരിനാം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് സൂരിനാം മനസ്സിലായിട്ടുണ്ടോയെന്നൊന്ന് പറയണേ, എനിക്കത് വായിച്ചിട്ടും കൊണ്ട് മനസ്സിലാവാത്തൊരു ചാപ്റ്റർ. അപ്പോൾ ഇത്രയായിരുന്നു ഞങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വലിയ ടഫൊന്നും അല്ലായിരുന്നു, എളുപ്പമല്ല, ഒരു മീഡിയം ലെവൽ, ആ ഒരു ലെവലിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്കതെല്ലാം പ്രീവിയസ് ഇയർ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അറ്റൻഡ് ചെയ്യാം. ഞങ്ങളുടെ അടുത്ത് ടീച്ചർ പറഞ്ഞായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കണം, അതിൽ നിന്നൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതൊക്കെ നോക്കിയത് കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പറ്റി. അങ്ങനെയുള്ള ഫോർമാറ്റ് വരുമെന്ന് അത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യൻ, ഈ സമാനാർത്ഥി ശബ്ദം വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പം PYക്ക് നോക്കിയില്ലായിരുന്നെങ്കിൽ അത് നോക്കത്തില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു മീഡിയം ലെവലിലാണ് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഇതുപോലത്തെ ഏതെങ്കിലും ഇതുമായിട്ട് സാമ്യമുള്ളതോ അല്ലെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻസോ വല്ലതും വന്നിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ എന്തെങ്കിലും സിമിലാരിറ്റി ഒക്കെ തീർച്ചയായിട്ടും കാണും, കാരണം ഈ ചരിത്ര ടിപ്പണി അതൊക്കെ എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി, സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതി, തേർഡ് ക്വസ്റ്റ്യൻ എഴുതി, അതിലെല്ലാം ഡബിൾ ടിക്ക് ഇട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 3 സ്റ്റെപ്ഡ് പ്രോസസ്സിലൂടെയാണ് എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. അതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന ട്രിക്കാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം കോൾ ഓഫ് ടൈമിൽ നമുക്കൊന്നും എഴുതാൻ പറ്റത്തില്ല, നമുക്ക് മൊത്തം വായിക്കണം. ആ സമയത്ത് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം കണ്ടുപിടിച്ച് വെക്കണം. ആദ്യം തൊട്ട് നമ്മളെല്ലാവരും എന്തായാലും വായിക്കും ക്വസ്റ്റ്യൻസ്. അപ്പം വായിച്ച് ആ 15 മിനിറ്റ് എന്തായാലും ഒന്നും എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് ഇരുന്ന് വായിക്കണം. വായിച്ചിട്ട് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ സൈഡിൽ ഒരു കുത്തിടണം. അങ്ങനെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറിയാവുന്നതാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ്റെ സൈഡിലും ഓരോ കുത്ത് വരും. അപ്പോൾ എനിക്ക് അറിയാവുന്നതിൻ്റെ എല്ലാ സൈഡിലും ഞാൻ കുത്തിട്ട് വെക്കും. എന്നിട്ട് എക്സാം എഴുതി തുടങ്ങുമ്പോൾ ആദ്യത്തെ കുത്ത് എവിടെയാണോ, അപ്പോൾ 1ാമത്തേതിലാണെങ്കിൽ 1ാമത്തെ എഴുതും. എന്നിട്ട് എഴുതി കഴിയുമ്പോൾ ആ കുത്ത് ഒരു ടിക്കാക്കി ടിക്കാക്കും. എന്നിട്ട് അടുത്ത അറിയാവുന്ന ക്വസ്റ്റ്യൻ എഴുതും, ടിക്ക് ചെയ്യും. അങ്ങനെ എല്ലാം എഴുതി കഴിയും തോറും ഇങ്ങനെ ടിക്ക് ചെയ്തിട്ടാണ് അടുത്തതിലോട്ട് പോകുന്നത്. പിന്നെ ഇതെല്ലാം കഴിയുമ്പം ഞാൻ റീചെക്ക് ചെയ്യും. അതിനാണ് 2ാമത്തെ ടിക്ക് എന്ന് പറയുന്നത്. ഈ ടിക്ക് വരാനൊരു കാര്യമുണ്ട് കേട്ടോ, ഈ ടിക്ക് കണ്ടുപിടിക്കാനൊരു കാര്യമുണ്ട്.
എന്ന് പറഞ്ഞാൽ എനിക്ക് 10th മോഡൽ എക്സാം വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇംഗ്ലീഷിൻ്റെ തന്നെ 8 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ ഏതിൻ്റെയോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. ആ ലെറ്റർ എഴുതിയ സമയത്ത് ഞാൻ ആ ലെറ്റർ കണ്ടില്ല. അത്രയും നേരം ഞാൻ ചുമ്മാതിരുന്ന് ഇതെല്ലാം എന്നിട്ട് റീചെക്കൊക്കെ ചെയ്ത്, അന്ന് ഞാൻ ടിക്കിടുന്ന പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് നോക്കും, ഓക്കെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് 5 മിനിറ്റ് വന്നപ്പോഴാണ് ഞാൻ ഈ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ലെന്ന് കാണുന്നത്. പിന്നെ പെട്ടെന്നൊരു എഴുത്തായിരുന്നു. ആ സമയത്ത് ഞാൻ അടിച്ച ടെൻഷൻ ചില്ലറയില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. 2 ടിക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുള്ളൂ. 3ാമത്തെ ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതിയത് ഒന്നുകൂടെ വായിച്ച് നോക്കി എല്ലാം കഴിയുമ്പോൾ 3ാമത്തെ ടിക്കിടും. അതായത് കൺഫേം ആയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ സെറ്റായി എല്ലാം എഴുതിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് 2ാമത്തെ ടിക്ക്. കാരണം ഞാൻ വീട്ടിൽ വന്നു കഴിയുമ്പം എനിക്ക് ഇതൊക്കെ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുന്നൊരു ശീലമുണ്ട്. അപ്പം അത് എനിക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ആ ടിക്ക് കണ്ടാലേ പറ്റത്തുള്ളൂ. ലാംഗ്വേജിൻ്റെ സബ്ജക്റ്റ് മാത്രമല്ല, മറ്റേത് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം പോയിന്റ് ഇടും, എഴുതി കഴിഞ്ഞ് ഉടനെ ടിക്കിടും, പിന്നെ വായിച്ചു കഴിഞ്ഞ് ഒരു ടിക്കിടും. അപ്പോൾ അങ്ങനെ 2 ടിക്ക് എൻ്റെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും 2 ടിക്ക് കാണും അതിനകത്ത്. ഞാൻ ഇന്നിതിപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്നും ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ കാണാതെ മിസ്സായവരുണ്ടായിരിക്കും. പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞായിരിക്കും അത് അറിയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എത്ര എഫക്റ്റീവ് ആണെന്ന്. അപ്പോൾ നാളെ നമുക്കിനി എന്തായാലും ഇംഗ്ലീഷിൻ്റെ എക്സാമാണ്. അപ്പോൾ നാളെ ഞാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഓരോ ദിവസത്തെ വീഡിയോ ഇടാം. അപ്പോൾ നാളെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനിപ്പോൾ PYQ നോക്കിയപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകേണ്ട കുറച്ച് ഫോമാറ്റുകളുണ്ട്. ഇപ്പം സ്പീച്ച്, അതുപോലെ റൈറ്റപ്പ്, ബ്ലർബ്, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിനകത്തൊക്കെ ഉണ്ട്. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അമീഗോ ബ്രദേഴ്സിനെ പറ്റിയിട്ട് ആ ഒരു മാച്ചിൻ്റെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, നരേഷനൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. പക്ഷേ എനിക്കൊന്നും കൂടുതലായിട്ടും റൈറ്റപ്പ്, സ്പീച്ചും തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇനി വൈകിട്ട് ലൈവുകളുണ്ട്. എക്സാമിനറിൻ്റെ, എജുബോർഡിൻ്റെ, സൈലത്തിൻ്റെ ഒക്കെ ലൈവുണ്ട്. അപ്പോൾ ഞാൻ സൈലത്തിൻ്റെ ലൈവാണ് ഗ്രാമർ ബേസ്ഡ് ആയിട്ട് കൂടുതൽ കാണുന്നത്. പിന്നെ ചാപ്റ്റർ ബേസിസിൽ ഞാൻ എക്സാമിനറിനെ കാണാറുണ്ട്. സൈലത്തിൻ്റെ ആണ് കൂടുതലും ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എക്സാമിനർ കാണും, എജുബോർട്ടും കാണും. ടൈം കിട്ടുമ്പോൾ ഞാൻ ഈ ലൈവിൻ്റെ സമയത്ത് തന്നെ കാണത്തില്ല. ലൈവിൻ്റെ സമയത്ത് കണ്ടാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം പോകും. ഞാൻ പിന്നെ 2x ഡബിൾ സ്പീഡിലിട്ട് ആണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചുകൂടെ നേരെ ഇരിക്കും. കാരണം ഇതിൻ്റെ ഒന്നുകൂടെ എനിക്കൊന്ന് ചാപ്റ്റേഴ്സ് പറ്റുവാണെങ്കിൽ സ്പീഡിലൊന്ന് വായിച്ചു പോകണം. അതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാനുള്ളത് ഒരുപാട് വാക്കുകളൊക്കെ കിട്ടും. അപ്പം ഇതാണ് ഞാൻ രാത്രി ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഗ്രാമറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിച്ചാലേ ഉള്ളൂ, അല്ലാതെ ഗ്രാമറൊന്നും നമുക്ക് ഈ വട്ടം അങ്ങനെ പുതിയത് പഠിക്കാനില്ലല്ലോ. അതുപോലെ പോയത്തിൻ്റെ 2 അപ്രീസിയേഷൻ, കുറച്ച് ലൈൻസ് തന്നിട്ട് അത് ചോദിക്കുക. അപ്പം മെൻഡിങ് വോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എനി വുമൺ നമ്മൾ ആദ്യം ഒക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ആദ്യമൊക്കെ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും. പക്ഷേ മെൻഡിങ് വോൾ പറയുമ്പം കുറച്ച് ടഫായിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒക്കെ അപ്രിസിയേഷൻ ഒന്നുകൂടെ നോക്കണം. പിന്നെ കമ്പയർ ചെയ്ത് എഴുതാനുള്ള 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ സാധാരണയുള്ള, ഞാൻ അതിലെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ വേറൊരു പോയിട്ട് കമ്പയർ ചെയ്യുന്നത് എഴുതാറില്ല സാധാരണ. ബാക്കി മാക്സിമം അങ്ങ് അറ്റൻഡ് ചെയ്യാറാണ് പതിവ്. കാരണം അത് വായിച്ച് മനസ്സിലാക്കി എടുക്കാനൊക്കെ നമുക്ക് ഒരുപാട് സമയം പോകും. അതുകൊണ്ട് തന്നെ ഞാനത് എഴുതാറില്ല. എന്നാലും ഈ 2 പോയിൻറ്റ്സ് ഒന്നുകൂടെ നന്നായിട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് വരുന്ന ക്രിട്ടിക്കൽ അപ്രിസിയേഷന് ആ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് 3 എണ്ണത്തിൽ 2 എഴുതണം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ടഫായി കഴിഞ്ഞാൽ നമുക്ക് ആ അപ്രിസിയേഷൻ എഴുതാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇംഗ്ലീഷിനെ പറ്റിയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇന്നതൊക്കെയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്തിൽ മീഡിയം സിമ്പിളൊക്കെ കൂടുതലുണ്ട്. പിന്നെ ടഫ് റെയറാണ്, കുറച്ച് പേർക്ക് ടഫ് ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇംഗ്ലീഷ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെയാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.